ഹലോ ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ വരുന്ന മുക്കാൽ മണിക്കൂർ. പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടി ഉദ്ദേശിക്കുന്നതും അതാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ നൽകുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾ കാണുകയോ നിങ്ങൾ അനുഭവിക്കുകയോ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നതായി നിങ്ങൾ അറിയുകയോ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ജനകീയ പ്രശ്നങ്ങൾ, അത് നിങ്ങൾക്ക് 24-മായി പങ്കുവയ്ക്കാം. അതിനുവേണ്ടിയുള്ള സമയമാണ് ഇനിയുള്ള ഈ സമയം. ആശങ്കകൾ ഉണ്ടെങ്കിൽ, പരാതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 048428305110 0484283050. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിയുന്ന വാർത്തകൾ അതല്ലെങ്കിൽ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പർ ഇതാണ്: 6235968937 6235968937. പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടിയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകളുടെ ഇപ്പോഴത്തെ, അതായത് നിലവിലെ സാഹചര്യമാണ്. റേഷൻ വിതരണം സമ്പൂർണ്ണമായി സംസ്ഥാനത്ത് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് ആദ്യം തന്നെ പങ്കുവെക്കാനുള്ളത്. പലർക്കും അത് നേരിട്ടുള്ള അനുഭവം ആയി അറിയാമായിരിക്കും. കരാറുകാരുടെ പണിമുടക്ക് 3 ആഴ്ച പിന്നിട്ടതാണ് ഭൂരിഭാഗം റേഷൻ കടകളിലും സാധനങ്ങളുടെ സ്റ്റോക്ക് തീർന്നു പോകാൻ ഇടവരുത്തിയിരിക്കുന്നത്. അതേസമയം വേതന പരിഷ്കരണം ഉൾപ്പെടെ ഉള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ഈ മാസം 27, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ റേഷൻ കടകളിലെ നിലവിലുള്ള പ്രതിസന്ധി ഒന്നുകൂടി മൂർച്ഛിക്കും. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ചു തുടങ്ങും. 2 വർഷത്തിനിടെ 4 തവണയാണ് ബിൽ കുടിശ്ശികയ്ക്കായി വിതരണ കരാറുകാർ സമരം നടത്തിയത്. റേഷൻ കടകളിലേക്ക് വാതിൽപ്പടി സേവനം നടത്തുന്ന കരാറുകാർക്ക് ഇത്തവണയും ലഭിക്കാനുള്ളത് ലക്ഷങ്ങൾ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ തുക കുടിശ്ശിക പൂർണ്ണമായും സെപ്റ്റംബറിലെ കുടിശ്ശിക ഭാഗികമായും നൽകാനുണ്ട്. ജനുവരി 1 മുതൽ വിതരണം നിലച്ചതോടെ പല റേഷൻ കടകളും ഇതിനോടകം കാലിയായി. കരാറുകാരൻ്റെ വിഷയവും 22 ദിവസമായി എന്നേക്ക് അവരുടെ വിഷയം. ഇതൊന്നും ലാഘവത്തോടുകൂടി കണ്ടുകൂടാ. ഇതൊരു പ്രധാനപ്പെട്ട വകുപ്പാണ്. ആരോഗ്യ വകുപ്പ് ഒരു ഭാഗത്ത്, വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന ഏക വകുപ്പാണ് റേഷൻ കട. ഈ മാസം 27 മുതലാണ് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 14,300ഓളം കടകൾ, 10,000 റേഷൻ വ്യാപാരികളുടെ വരുമാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 20,000-ൽ താഴെയാണ്. അതിൽ തന്നെ 3,000 റേഷൻ വ്യാപാരികളുടെ വരുമാനം 10,000-ൽ താഴെയാണ്. ഈ 10,000-ൽ താഴെ ഏകദേശം ഉള്ള 3,000 വ്യാപാരികളും ഏകദേശം 6,000 വരുന്ന 20,000-ൽ താഴെ 18,000, 15,000 വരുമാനമുള്ള ഈ വരുമാനത്തിൽ നിന്ന് വേണം വ്യാപാരി സെയിൽസ്മാൻ വേതനം കൊടുക്കണം, കടവാടക കൊടുക്കണം, മറ്റു ചിലവ് കഴിച്ചാൽ ഒരു വ്യാപാരിയുടെ ശരാശരി വരുമാനം 3,000-4,000 രൂപയാണ്. എങ്ങനെ ഞങ്ങൾക്ക് കുടുംബം പോറ്റാൻ കഴിയും? റേഷൻ വ്യാപാരികളുടെ സമരത്തിനെതിരെ ഭക്ഷ്യമന്ത്രി GR അനിൽ രംഗത്തെത്തി. റേഷൻ വ്യാപാരികൾ സമരത്തിന് ആധാരമായി ഉന്നയിച്ച 4 പ്രധാന ഡിമാൻഡുകളിൽ 2 എണ്ണം കേന്ദ്ര സർക്കാരിനെതിരെയുള്ളതാണ്. ജനങ്ങളെ അന്നം മുട്ടിക്കുന്ന ഇത്തരം സമര രീതികളിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. റേഷൻ കടകൾ കാലിയായതും വ്യാപാരികളുടെ സമരവും സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കും എന്നതിൽ തർക്കമില്ല. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിനുള്ള അരി വിതരണം ഉൾപ്പെടെ മുടങ്ങുമെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. റേഷൻ വിഹിതം മാത്രം ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാർക്ക് ഇരുട്ടടിയാണ് നിലവിലെ പ്രതിസന്ധി. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിൽ മാത്രമാണ് പ്രതീക്ഷ. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ.
നമുക്കറിയാം കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും പൊതുവിതരണ ശൃംഖലയ്ക്കും അപകടപ്പെടുത്തുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കാതെ നോക്കണം. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും നേരത്തെ റേഷൻ വ്യാപാരികളുടെ ഈ അസോസിയേഷൻ അവരുടെ സംഘടനാ നേതാവ് പറഞ്ഞതുപോലെ നേരിട്ട് ബാധിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് പോലെ, അതുപോലെ തന്നെ ധനവകുപ്പൊക്കെ പോലെ വളരെ പ്രധാനപ്പെട്ട, ആരോഗ്യവകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് പൊതുവിതരണ സംവിധാനം. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. റേഷൻ കടക്കാരുടെ വേതനത്തിലെ കുറവ് അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ന്യായമായി നിൽക്കുന്നു. അതേസമയം തന്നെ സംസ്ഥാനം വലിയ കടക്കണിയിലേക്ക് നീങ്ങുമ്പോൾ വലിയ ധനപ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ശമ്പള പരിഷ്കരണം എന്നത് ആലോചിക്കാൻ കൂടി പറ്റാത്ത സാഹചര്യമാണ് എന്ന് സർക്കാരും ആ നിസ്സഹായാവസ്ഥ പറയുന്നു. ഏതായാലും റേഷൻ കടക്കാരുടെ ന്യായമായ ആവശ്യത്തിനും സർക്കാരിൻ്റെ ഖജനാവിലെ നിലവിലെ സാഹചര്യം സംബന്ധിച്ച് സർക്കാരിൻ്റെ ആശങ്കകൾക്കും നടുവിൽ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളാണ് പൊറുതിമുട്ടാൻ പോകുന്നത്. പലപ്പോഴും റേഷൻ കടകളിൽ ആവശ്യത്തിന് സാധനം കിട്ടാത്തത് എത്രയോ കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ അതല്ലെങ്കിൽ ആത്മാർത്ഥമായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ചില്ലറ ചില വിട്ടുവീഴ്ചകൾക്ക് റേഷൻ വ്യാപാരികൾ അവരുടെ സംഘടനകളും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. പലരും ഈ കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. ദേവിക ദേവി പറയുന്നു, ഇവിടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊണ്ടുവരുന്നില്ല, ലാഭം ഇല്ലത്രേ മണ്ണെണ്ണ എന്നാണ്. മണ്ണെണ്ണ ജീവനക്കാരുടെ സമരം ലോയൽ അത്തീസ്റ്റ് പറയുന്നു എന്ന ആവശ്യമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്ത് തോൽപ്പിക്കണം. കേരളത്തിന്റെ വരുമാനത്തിൽ 80% തിന്നുന്നത് ജീവനക്കാരാണ്. ഇനിയും ശമ്പള വർധന അനുവദിക്കുന്നത്. പക്ഷേ റേഷൻ വ്യാപാരികളുടെ കാര്യത്തിൽ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് താങ്കൾ കണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണുള്ളത്. ലേഖ ജെയിൻ പറഞ്ഞു, പൊതുവിതരണം സുഗമമായി നടക്കട്ടെ, എത്രയും പെട്ടെന്ന് സുഗമമാവട്ടെ എന്നതാണ്. ലേഖ പറയുന്നത് പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം അന്നം മുട്ടിക്കുന്ന സമരമായി ഇത് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തണം. ഭൂരിഭാഗം റേഷൻ കടകളിലും ഇതിനകം തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പലരും അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. റേഷൻ കട കാലിയാകുന്നതും വ്യാപാരികളുടെ സമരവുമൊക്കെ പൊതുജനങ്ങളെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് കാണാം അവരുടെ പ്രതികരണങ്ങൾ. പൊതുവേ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. കാശില്ലാതെ വളരെയധികം വിഷമത്തിലാണ് എല്ലാവരും. ഈ പറഞ്ഞതുമാതിരി റേഷൻ കടയും കൂടെ അടച്ചിട്ടാൽ അവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. പിന്നെ ബുദ്ധിമുട്ടല്ലാണ്ട് നമ്മളെ പോലത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് റേഷൻ കട മുഖേന ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് റേഷൻ കട ബന്ധാക്കിയിട്ടാൽ എത്രത്തോളം ബുദ്ധിമുട്ടാകും. തീർച്ചയായും പട്ടിണിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതിന് റേഷൻ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. അതായത് റേഷൻ വ്യാപാരികളെ ഏതൊക്കെ രീതിയിൽ സംരക്ഷിക്കുക ആ രീതിയിൽ സംരക്ഷിക്കണം. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിലൂടെയാണ് ഇപ്പോൾ റേഷൻ കട മുതലാളിമാരും റേഷൻ കടകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ കഞ്ഞിക്ക് ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യം ആയി വന്നിരിക്കുകയാണ് ഇപ്പോൾ. റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനം തന്നെയാണ് റേഷൻ. പൈസ ഉള്ളവർ സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയെല്ലാം പോയി നോക്കി. അതുകൊണ്ട് സർക്കാർ ഇതിന് ഇടപെടണം, സമരത്തിലേക്ക് പോകാതിരിക്കാൻ. അത് ശരിയാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയം തന്നെയാണ് റേഷൻ കാർഡ്. ഇപ്പോഴും എത്രയോ കുടുംബങ്ങൾ അതിൽ കണ്ണി ചേർക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ധനികരായിട്ടുള്ള അല്ലെങ്കിൽ സാമാന്യം ഉയർന്ന നിലയിൽ താമസിക്കുന്ന നഗരപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ധാരാളം പേർ അവർ സൂപ്പർ മാർക്കറ്റുകളേക്ക് ആശ്രയിക്കും. പക്ഷേ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന അതല്ലെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് റേഷൻ കടകളെയാണ്. അവിടെ സാധനങ്ങൾ കൃത്യമായി എത്താതെ അവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദാരുണമായ ഒരു സാഹചര്യമാണ്. സജി മാങ്കോട് പറയുന്നു, സത്യം പറഞ്ഞാൽ മണ്ണെണ്ണ കിട്ടിയിട്ട് മാസങ്ങളായി എന്നാണ്. വിനോദ് മട്ടം പറയുന്നു, പാവപ്പെട്ട എത്ര റേഷൻ കടക്കാരുണ്ട്? ധാരാളം റേഷൻ കടക്കാർ പാവപ്പെട്ടവരായി ഉണ്ട് വിനോദ്. ബിന്ദു പി നായർ ചോദിക്കും, കഷ്ടമാണ് ഇത്, പാവങ്ങൾക്ക് അരിയുമില്ല പെൻഷനുമില്ല എന്ന അവസ്ഥയാണ്. ശരിയാണ്, പാവങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് റേഷൻ കടകളിൽ സാധനങ്ങൾ ഇല്ലാതെ പോകുന്നതും അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നതുമൊക്കെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് പറയാനാണ് അഭിജിത്ത് മുഴക്കുന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, റേഷൻ കടക്കാരുടെ ഈ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാതെ പോകുന്ന സാഹചര്യവും അതേപോലെ തന്നെ റേഷൻ കടക്കാർ ഇനി സമരത്തിലേക്ക് ഇറങ്ങുന്നതുമൊക്കെ നേരിട്ട് ബാധിക്കാൻ പോവുകയാണ് ജനങ്ങളെ.
എന്താണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട്ട് ഭാഗങ്ങളിലൊക്കെ റേഷൻ കടയിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പലരും ഇതിനകത്ത് കമന്റ് ചെയ്യുന്ന അവശ്യ സാധനങ്ങൾ കിട്ടാതെ പോയിട്ട്, ഇപ്പോൾ മണ്ണെണ്ണയൊക്കെ കിട്ടാതായിട്ട് മാസങ്ങളായി എന്നാണ്. എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് സർക്കാരാണ്. പക്ഷേ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളും അത് കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ടതാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരം എന്നാണ്. ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ടോ റേഷൻ കട വ്യാപാരികൾ? ഗോപി, നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ പല റേഷൻ കടകളും ഈ ജില്ലയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പല റേഷൻ കടകളും കാലിയായിട്ടുണ്ട്, ശൂന്യമായിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗോഡൌണിൽ നിന്ന് വാതിൽപ്പടി സേവനം നടത്തുന്ന ഈ വിതരണക്കാർ, കരാറുകാർ, അവർ ഈ സാധനങ്ങൾ എത്തിക്കുന്നില്ല. ജനുവരി 1 മുതൽ അവർ സമരത്തിലാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായും ഈ റേഷൻ കടകളിലേക്ക് സാധനം എത്തുന്നില്ല, കടകൾ ശൂന്യമാകും, കാലിയാകും. ഇവിടേക്ക് എത്തുന്ന ഈ ഉപഭോക്താക്കൾ, അവർക്ക് ഈ സാധനങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഈ റേഷൻ കടകളെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുണ്ട് ഭൂരിഭാഗം. പലരും അങ്ങനെയുള്ളവർ നമുക്കറിയാം. അവർ പലരും അവരുടെ ആശ്രയം എന്ന് പറയുന്നത് ഈ റേഷൻ കടകളാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. അത് തീർന്നു പോകുമ്പോഴുള്ള അവസ്ഥ അത് ഊഹിക്കാവുന്നത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ജനുവരി 1 മുതൽ ഈ സാധനങ്ങൾ എത്താത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ നിന്ന് കാലിയാകുമ്പോൾ അത് ഈ പൊതുവിപണിയിലെ അരിവില അത് ഉയർത്തുമെന്നുള്ളൊരു ആശങ്ക കൂടി സാധാരണക്കാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ കമന്റിൽ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണെണ്ണ കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തെ കൂടി പറയുന്നുണ്ട് പലരും. അങ്ങനെയുള്ള സ്ഥിതി നിലവിൽ ഇവിടെ രൂക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ റേഷൻ കടകളിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ച് അവർ ഈ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരത്തെ തന്നെ അവർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. കാരണം ഈ പോസ്റ്റ് മെഷീനുകളുടെ തകരാറ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ മാസാവസാനമാകുമ്പോഴേക്ക് അത്തരത്തിലുള്ള പ്രതിസന്ധി വരുന്നു. അവർക്ക് റേഷൻ കടകളിലെത്തി സാധനം വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അത് അടുത്ത മാസത്തേക്ക് കൂടി നീട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ റേഷൻ കടക്കാരെത്തുന്നു. അങ്ങനെ അവർക്കൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ റേഷൻ കടകളിലേക്ക് എത്തുന്നവർ അനുഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റേഷൻ വ്യാപാരികളുടെ ബുദ്ധിമുട്ട് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അവർ ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് നേരത്തെ ബൈറ്റ് തന്ന അദ്ദേഹം സംഘടനയുടെ ഭാരവാഹിയാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 18,000 രൂപ മാത്രമാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുന്നത്. അവർക്കത് 30,000-ലേക്ക് ഉയർത്തണം എന്നുള്ള ഒരു ആവശ്യമാണുള്ളത്. കാരണം അത്തരം ഈ 30,000 ഇതിൽ ചില ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അഭിജിത്ത്. അതായത് ക്ഷേമനിധി പെൻഷനിൽ മാറ്റം വരുത്തണം, അത് 1,500 എന്നുള്ളത് 2,000 ആക്കി ഉയർത്താമെന്ന് സർക്കാർ തീരുമാനിച്ചു, അത് അംഗീകരിച്ചു. ആ ആവശ്യം ഈ ജീവനക്കാരുടെ അല്ലെങ്കിൽ റേഷൻ കട വ്യാപാരികളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ചർച്ച അലസിപ്പിരിയാൻ കാരണം അവരുടെ വേതനത്തിൽ വർധനമുണ്ടാക്കണം. അത് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ അതിന് സാധ്യതയില്ല എന്ന് സർക്കാർ പറഞ്ഞതാണ് ചർച്ച അലസിപ്പിരിയാൻ കാരണം. പക്ഷേ പ്രശ്നങ്ങൾ എന്തായാലും പരിഹരിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും പ്രതിപക്ഷത്ത് നിർത്തുന്ന അല്ലെങ്കിൽ എതിർചേരിയിൽ നിർത്തുന്ന ഒരു പ്രശ്നമായി ഇത് സർക്കാരിന് മുന്നിൽ മാറും. അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ്. നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട്ട് നിന്ന്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ഇന്ന് പണിമുടക്കി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന താലൂക്ക്, വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഈ സമരം സാരമായി തന്നെ ബാധിച്ചു. വട്ടിയൂർക്കാവ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി പണിമുടക്കിയ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സർക്കാർ ജീവനക്കാർ അവർക്ക് അർഹമായ ആനുകൂല്യം തേടിയായിരുന്നു ഇന്ന് ഒരു പണിമുടക്ക് നടത്തിയത്. കോൺഗ്രസ് അനുകൂല സംഘടന മാത്രമായിരുന്നില്ല പണിമുടക്കിന് രംഗത്തിറങ്ങിയത്. സർക്കാരിനെ അനുകൂലിക്കുന്ന CPIയുടെ ജോയിന്റ് കൗൺസിലും സമരരംഗത്തേക്ക് ഇറങ്ങി. സെക്രട്ടേറിയറ്റിനെ സമരം കാര്യമായി ബാധിച്ചില്ല എന്നാണ് അവകാശവാദം. പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, DA കുടിശ്ശിക നൽകുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CPI അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത്. ജീവനക്കാരോട് സർക്കാർ ക്രൂരത കാട്ടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ജീവനക്കാരോടും അധ്യാപകരോടും ഇതുപോലെ ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാരില്ല. നമുക്കറിയാം 19% DA ഉൾപ്പെടെ, DA കുടിശ്ശിക ഉൾപ്പെടെ, ലീവ് സറണ്ടർ ഉൾപ്പെടെ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ 65,000 കോടി രൂപയാണ്
അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത്. ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ സമരത്തിനിടെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് അടച്ചിട്ടു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം സമരങ്ങളെയൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല, അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല. പിന്നെ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ്. ഞങ്ങൾ അതിനകത്ത് ശാരീരികമായി ആക്രമിക്കാൻ ഞങ്ങൾ തിരിച്ചാക്രമിക്കുമല്ലോ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിന് പോയതിനാൽ സ്കൂളിന് അവധി നൽകി. ഞാൻ തുറന്നിട്ട് ഇവിടെ ഇരുന്നു. അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെൻറ്റ് DD എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നാലെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. ആകെ 4700 ജീവനക്കാരിൽ 3468 പേർ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഹാജരായി. കളക്ടറേറ്റുകൾക്ക് മുന്നിലായിരുന്നു മറ്റ് ജില്ലകളിലെ സമരം. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. സമരത്തെ നേരിടാൻ ചീഫ് സെക്രട്ടറി ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ അവധി എടുക്കാതിരിക്കാൻ കർശന മാനദണ്ഡങ്ങളും പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കോൺഗ്രസ് അനുകൂല സംഘടനകൾക്കൊപ്പം ജീവനക്കാരുടെ സംഘടനയ്ക്കൊപ്പം CPI അനുകൂല സർവീസ് സംഘടനകൾ കൂടി സമരരംഗത്ത് ഇറങ്ങി എന്നതാണ് പ്രത്യേകത. കാലാകാലങ്ങളായി ജീവനക്കാർക്കെതിരായിട്ടുള്ള ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. പക്ഷേ ധനമന്ത്രി പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ ബോധപൂർവ്വം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഏതായാലും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരം ആ അർത്ഥത്തിൽ അത് ഇന്ന് മുന്നോട്ട് പോയി, അത് നടപ്പായി എന്ന് നമുക്ക് പറയാം. ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് വകവയ്ക്കാതെ ധാരാളം പേർ ഈ സമരരംഗത്ത് അണിനിരുന്നു. ആ ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. കോഴിക്കോട് നിന്നും നമുക്കിപ്പോൾ ഒരു ഫോൺ കോൾ നമുക്ക് വന്നിട്ടുണ്ട്. അത് അബ്ദുൾ നസീർ ആണെന്ന് തോന്നുന്നു, അല്ലേ? അബ്ദുൾ നസീർ, ചാത്തമംഗലം, കോഴിക്കോട് ചാത്തമംഗലം സ്വദേശി അബ്ദുൾ നസീറാണ് ടെലിഫോൺ ലൈനിലുള്ളത്. അബ്ദുൾ നസീർ, താങ്കൾക്ക് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. പറയൂ, എന്താണ് താങ്കളുടെ പ്രശ്നം? ഞാൻ എന്റെ മോളെ കല്യാണ ആവശ്യാർത്ഥം വേണ്ടിയിട്ട് ഞാനൊരു കാർ വിറ്റിരുന്നു. ആ കാറിന്റെ നവംബറിൽ RT ഓഫീസിൽ പേര് ഇതാക്കാൻ വേണ്ടി RC ബുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ചെല്ലാൻ അടച്ചിട്ട് ഇതുവരെ RC ബുക്ക് ഇതുവരെ കിട്ടിയില്ല. ഡിസംബർ 29 കഴിഞ്ഞ്. ഏത് RT ഓഫീസിൽ? കൊടുവള്ളി, കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി RT ഓഫീസിൽ. RT ഓഫീസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് മിനിസ്റ്റർ P ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതുവരെ RC ബുക്ക് കിട്ടുന്നില്ല. അല്ല, എന്താണ് അവർ കാരണം പറയുന്നത്? കൊടുവള്ളി RT ഓഫീസിൽ നടക്കുന്നത്. അബ്ദുൾ നസീർ, എന്താണ് കാരണം പറഞ്ഞത് ചോദിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ? ആയില്ല, ഞങ്ങളെ സർക്കാർ അവിടെ ഫീസ് അടയ്ക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സർക്കാർ ഫീസ് അടയ്ക്കാത്തത് നമുക്കെന്താ, ഞങ്ങൾ ഫീസ് അടച്ചിട്ട് നിങ്ങൾ നവംബറിൽ ഫീസ് അടച്ചിന് ഈ കൊടുവള്ളി RT ഓഫീസ്. അത് നിങ്ങൾ അക്ഷയല അടച്ചത്. അക്ഷയൽ അടയ്ക്കാലോ, അതിനെന്താ? RT ഓഫീസിലല്ല. അല്ല, അക്ഷയൽ അടയ്ക്കുന്നതുകൊണ്ട് എന്താ? അക്ഷയൽ അടയ്ക്കുന്ന RT ഓഫീസിൽ അടയ്ക്കുന്നത് പോലെയാണ്. അതാണ് ഇവരെ ന്യായം. കൊടുവള്ളി RT ഓഫീസിലെ ന്യായം ഇതാ, നിങ്ങൾ അക്ഷയൽ അടച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ആവുന്നത്. ഞാൻ പറഞ്ഞ അക്ഷയൽ മാത്രമേ ഇത് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതെ, ഈ ഓപ്ഷൻ ഇതാണ് ഇവിടുത്തെ കൊടുവള്ളി RT ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ ന്യായം. അല്ല, ഡിസംബർ എപ്പോഴാണ്? ഡിസംബർ തുടക്കത്തിലാണോ അടച്ചത്? നമ്മളെ കല്യാണം കഴിഞ്ഞ് ഡിസംബർ 29 കഴിഞ്ഞ് നവംബറിൽ കൊടുത്താണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിയ വണ്ടി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് RC ബുക്ക് കൊടുത്താലേ എനിക്ക് പൈസ കിട്ടുള്ളൂ. മനസ്സിലായി. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ RC ബുക്ക് കിട്ടുന്നില്ല. ഈ അവസ്ഥയാണ് കൊടുവള്ളി RT ഓഫീസിലെ അവസ്ഥ. ഇതിനെതിരെ ജനങ്ങളും ഒന്നുമില്ല. ഞാൻ അവിടെ RT ഓഫീസിൽ പോയി കുറെ സംസാരിച്ച് ഒരു കാര്യമില്ല. ജോയിന്റ് RTO കൈമലർത്തുകയാണ്. ഈ അവസ്ഥയാണ്. അല്ല അബ്ദുൾ നസീർ, അതായത് താങ്കൾ കൊടുവള്ളി RT ഓഫീസിൽ ഈ കാര്യം ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവര് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത് ആ പ്രോസസ്സിംഗ് നടക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലേ? പ്രോസസ്സിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു അവർ. ഞങ്ങൾ പ്രോസസ്സിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് RC ബുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അയച്ചാണ്, നവംബറിൽ അയച്ചാണ്. ശരി അബ്ദുൾ നസീർ, ഈ ഒരു പ്രശ്നം പല ആളുകളും ഇത് സമാനമായ താങ്കൾക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ പലരും പറയുന്നുണ്ട്. നമുക്ക് ഇത് ഒരു കാര്യമായ ഒരു പ്രശ്നം, അതായത് ഇത് എന്തുകൊണ്ടാണ് ഈ വൈകൽ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഇത് കൃത്യസമയത്ത് കിട്ടാത്തത്, ഈ കാര്യം നമ്മൾ പരിശോധിക്കും. ആ കാര്യങ്ങൾ വാർത്തയായി നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യും. കേട്ടോ അബ്ദുൾ നസീർ?
താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ജോയിന്റ് ആർട്ടിയായിട്ട് സംസാരിച്ചതിന് മിനിസ്റ്റർ PAക്ക് ഞാൻ വാട്സപ്പ് രൂപേണ അയച്ചു കൊടുത്തു. മനസ്സിലായി. അല്ല, അങ്ങനെയൊന്നും അല്ലല്ലോ ഈ കാര്യം ചെയ്യേണ്ടത്. ഇതൊരു ഓഫീസിൽ നമ്മൾ ഈ ചെല്ലാൻ അടച്ചു ചെന്ന് കഴിഞ്ഞാൽ ആ കാര്യം കൃത്യമായി നടക്കണമല്ലോ. അങ്ങനെ അതിനാണല്ലോ ഒരു സംവിധാനം എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യം അന്വേഷിക്കാം. ഈ സമാന സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പലരും ഉണ്ട്. ആ പ്രശ്നം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. അബ്ദുൾ നസീർ, ശരി, നമുക്ക് ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിന്റെ കാര്യം നമ്മൾ കണ്ടു. ഈ പണിമുടക്കിനോട് സമൂഹം, അതായത് പൊതുജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർ ഈ പണിമുടക്കിനെ അംഗീകരിക്കുന്നുണ്ടോ? ചില പ്രതികരണങ്ങൾ കാണാം. ഈ സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഓഫീസുകളിൽ ലഭിക്കുന്ന സേവനങ്ങൾ മന്ദഗതിയിലാണെന്നുള്ള അങ്ങനെ ഒരു ജനങ്ങളെ ഇപ്പോൾ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഓരോ കാര്യങ്ങളും വളരെ മന്ദഗതിയിലാണെന്നാണ് പൊതുവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതുപോലൊരു സമരം കൂടി എടുക്കുമ്പോൾ അത് ജനങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം വേറെ രീതിയിൽ എന്തെങ്കിലും, അതായത് ഇതുപോലെ സമരങ്ങളായിട്ട് അവർ പണി മുടക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറെ രീതിയിലുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് നോക്കി കാണുന്നതായിരിക്കും കുറച്ച് നല്ലത്. 8.5 വർഷക്കാലമായി സിവിൽ സർവീസിലെ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് സർക്കാർ കേൾക്കാതെ പോകുമ്പോൾ സർക്കാരിനൊരു താക്കീത് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരം നടന്നത്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ച ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ സമയത്ത് തരാതെയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാതെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന സാഹചര്യം. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കിലേക്ക് സർക്കാർ ജീവനക്കാർ നീങ്ങിയത്. ഇത് കേവലം സർക്കാർ ജീവനക്കാരുടെ മാത്രം വിഷയങ്ങളല്ല. ഇവിടെ ഒരു മാതൃകാ തൊഴിൽദാതാവാകേണ്ട സർക്കാർ തങ്ങളുടെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും സർക്കാർ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ DA കുടിശ്ശികകളുള്ള കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അവരുടെ പങ്കാളിത്ത പെൻഷനകത്തുള്ള അവരുടെ ആകുലതകളും ഒക്കെ നമുക്ക് സംശയമായിട്ട് അംഗീകരിക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഈ പൊതുജനങ്ങളുടെ ആവശ്യകതകളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരണം. അവരുടെ ഓരോ സർവീസ് ഡിലേ ആവുന്ന രീതിയിൽ ഇത്തരം സമരങ്ങൾ മുന്നോട്ട് വന്ന് അനുകൂലിക്കാൻ പറ്റത്തില്ല. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു. സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുമ്പോൾ സർക്കാരിന് താക്കീത് എന്ന അർത്ഥത്തിൽ ഈ സമരത്തെ ന്യായീകരിക്കുന്നുണ്ട് ചിലർ. പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ സർക്കാർ ജീവനക്കാർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമുണ്ട്. സമൂഹത്തിൽ ഈ വിഷയത്തിൽ രണ്ട് തട്ടിൽ ഈ അഭിപ്രായങ്ങൾ നിൽക്കുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപം മാലിന്യം തള്ളിയ വാഹനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയ വാഹനങ്ങൾ പിന്നീട് പോലീസിനെ ഏൽപ്പിച്ചു. അവിടുന്ന് ഒലിച്ചിറങ്ങുന്ന മണ്ണ് കാരണം നമ്മളെ റോഡ് മൂടിപ്പോകുന്നു. പിന്നെ കിണറുകളൊക്കെ മൂടിയിട്ടുണ്ട്. പുറകൊക്കെ ഇതായി നമുക്ക് കുടിവെള്ളം നല്ലൊരു വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ ഈ വേസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ തന്നെ കുറേ ചെറിയ മക്കളുള്ള സ്ഥലമാണ്, രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ അസുഖം കാര്യം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ഇത് എങ്ങനെയാണെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. നമ്മൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലായാലും എവിടെയായാലും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്നത്. എവിടെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നം പലയിടങ്ങളിലും രൂക്ഷമാണ്. അപ്പോഴാണ് ഇതുപോലെ കൂട്ടമായി ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ആരും ഇല്ലാത്ത ജനവാസ മേഖലകളിൽ ആരും കാണാത്ത സമയത്ത് കൊണ്ടുപോയി തള്ളുക എന്നുള്ളത്. അതിന് മാതൃകാപരമായി അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നു താമരശ്ശേരി കട്ടിപ്പാറയിൽ. അവിടെയാണ് ജനവാസ കേന്ദ്രത്തിന് സമീപം മാലിന്യം തള്ളിയ വാഹനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം തന്നെ പിടികൂടി അവരെ പിന്നീട് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് മാതൃകാപരമായ ഒരു നടപടിയാണ് ആ അർത്ഥത്തിൽ. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, പറയൂ വിവരങ്ങൾ. നേരത്തെ ഈ താമരശ്ശേരി പരപ്പൻപോയിലിൽ ഒരു കെട്ടിടത്തിൽ ഈ ദുർഗന്ധം വഹിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാരെത്തി ഒരു പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് നിരവധിയായ മാലിന്യങ്ങളാണ് നാട്ടുകാർ അന്ന് കണ്ടെത്തിയത്. പിന്നീട് അത് പഞ്ചായത്തിലുള്ളവരോട് പറയുന്നു. പിന്നീട് പഞ്ചായത്ത് ഈ കെട്ടിടത്തിലുള്ളവർക്ക് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തതാണ്. തുടർന്ന് ഇന്ന് ഈ കട്ടിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് നാട്ടുകാർ ഇത്തരത്തിൽ 2 വാഹനങ്ങൾ തടഞ്ഞത്. അതിലൊരു വാഹനം നേരത്തെ ഈ നാട്ടുകാർ മാലിന്യമുണ്ട് എന്ന് കണ്ടെത്തിയ കെട്ടിടത്തിൽ നിന്ന് മാലിന്യവുമായി എത്തിയ വാഹനം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കോഴിക്കോട് നഗരത്തിലെ പല സ്വകാര്യ ആശുപത്രികളിൽ നിന്നും മാളുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൽ എത്തിക്കുന്നതും തുടർന്ന് അവിടെ ശേഖരിക്കുന്നതും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് അതിൻ്റെ ഒരു പ്രശ്നം, ജനവാസ കേന്ദ്രത്തിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ജനവാസ മേഖലയിലുള്ളവരൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം
ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു വന്നിരുന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 5 മണി സമയത്താണ് ഈ കെട്ടിടത്തിൽ നിന്ന് മാലിന്യവുമായി വാഹനങ്ങൾ ഈ കട്ടിപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നതും അവിടെ ഈ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തത്. നാട്ടുകാർ ഈ രംഗം ആദ്യം കാണുന്നു. തുടർന്നവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ, കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രേംജിയെ തന്നെ വിവരം അറിയിക്കുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയാണ് ഈ വാഹനത്തെ തടയുന്നതും പിന്നീട് പോലീസിൽ വിവരമറിയിക്കുന്നതും. ഈ പ്രദേശവാസിയായ സ്ത്രീ പറയുന്നതനുസരിച്ച് ഇവർ വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം അനുഭവിക്കുന്നത്. കാരണം പല ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നത്. അതുമൂലം അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. രോഗം, ഈ ഇത്തരം മാലിന്യങ്ങളിൽ നിന്ന് പടർന്നു പിടിക്കാവുന്ന രോഗങ്ങൾ, അതിനുള്ള സാധ്യതകൾ, അവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ അടക്കം മലിനമാകുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി, വലിയ പ്രശ്നം അവരെന്തായാലും നേരിടുന്നുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ വരുന്നു, ഈ മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ തടയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആ അർത്ഥത്തിൽ ചെയ്ത് മാതൃകാപരമാണ്. കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാരുടെ ഒരു സംഘം ഉണ്ടാക്കുന്നു, അദ്ദേഹം വന്ന് ഈ വാഹനങ്ങൾ നേരിട്ട് പിടികൂടുന്നു, പോലീസിനെ ഏൽപ്പിക്കുന്നു. ഇനി ജനവാസ മേഖലകളിൽ ഇങ്ങനെ ആരും കാണാതെ വന്ന് മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഇതുപോലുള്ള കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. പലയിടങ്ങളിലും CCTV ദൃശ്യങ്ങൾ വെക്കുന്നു, മാലിന്യം നിക്ഷേപിക്കരുത്, നിങ്ങൾ ക്യാമറയിലാണെന്നോ പറയുന്നു. ഇതൊക്കെ പറഞ്ഞാലും ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്ന ഒരു സ്വഭാവം, ഒരു ശീലം നമുക്കിടയിലുണ്ട്. അത് തടയുകയാണ് കട്ടിപ്പാറയിൽ ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊൽക്കത്ത RG ഖർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ CBI ഹൈക്കോടതിയെ സമീപിച്ചു. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബൽറാം, ഈ RG ഖർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ, അത് നിർഭയ കേസിന് സമാനമായ കേസായിരുന്നു. രാജ്യത്തെമ്പാടും ഈ പ്രതിക്ക് വധശിക്ഷ വേണം എന്നൊക്കെയുള്ള ഒരു പൊതുവായ വികാരം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ആ വധശിക്ഷ നൽകാത്തതിനുള്ള പ്രതിഷേധമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ CBI ഹൈക്കോടതിയെ സമീപിക്കുകയാണല്ലോ വിചാരണ കോടതി വിധിക്കെതിരെ. എന്താണ് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് നിർഭയ കേസിന് സമാനമായി തന്നെ കൊൽക്കത്ത RG ഖർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം എന്നുള്ളത്. ഈ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് സിയാൽദയിലെ വിചാരണ കോടതി നൽകിയ ആജീവനാന്തം തടവ് ശിക്ഷ, അതിന് എതിരെയാണ് CBI കൊൽക്കത്ത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നും സമൂഹത്തിന് ഗുണം ചെയ്യേണ്ട ഒരു ഡോക്ടറെയാണ് പ്രതി ഇത്തരത്തിൽ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നും ഒപ്പം തന്നെ ഈ പ്രതി തിരുത്താൻ കഴിയാത്ത ഒരു കുറ്റവാളിയാണ് എന്നുമാണ് CBIയുടെ ഈ അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഇതിനെതിരെ CBI രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ RG ഖർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും CBIയും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെയാണ് CBI ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെതിരെ CBI രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിൽ അപ്പീൽ നൽകാനുള്ള അവകാശം കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ് എന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ അപ്പീലിന് സാധുതയില്ല എന്നും CBI വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CBI ഈ ആവശ്യം CBI ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം മാറാനല്ലൂർ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതായി പരാതി. മാവുവിള ജംഗ്ഷനിൽ 5 ദിവസമായി പൈപ്പ് പൊട്ടിക്കിടക്കുകയാണ്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഇത് പൈപ്പ് പൊട്ടിയ വിവരം, അതായത് പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു എന്നതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം മാറാനല്ലൂർ പഞ്ചായത്ത് നിന്ന് ഉയരുന്നത്. ഇതിൽ ഒരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നതാണോ? 5 ദിവസം കഴിഞ്ഞിട്ടും ഈ പൈപ്പ് നേരെയാക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? തിരുവനന്തപുരം മാറനല്ലൂർ മാവുവിള ജംഗ്ഷനിലാണ് പഞ്ചായത്തിന്റെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം ചോർന്നത്, പാഴാകുന്നത്. കഴിഞ്ഞ 5 ദിവസമായി നാട്ടുകാർ ഇവിടെ വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ കാണുന്നത് ഇത് തോടല്ല, ഈ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനു ശേഷം വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ആ ചോർന്നൊലിക്കുന്ന വെള്ളം തോട് പോലെ ഒഴുകുന്നതാണ്. ഇവിടെ ഏതാണ്ട് 100-300 വീടുകളുള്ള പ്രദേശമാണ്. ചേച്ചി, ഈ ഭാഗത്തൊക്കെ വെള്ളമുണ്ടോ? 4-5 ദിവസമായിട്ട്? ഇന്ന് 4-5 ദിവസമായി വെള്ളമില്ല. പിള്ളേരെയൊന്നും സ്കൂളിൽ വിടാൻ കഴിയാതെ, കുടിക്കാൻ പോലും കുടത്തിൽ പോലും ഒരു തുള്ളി വെള്ളമില്ലാതെ ഞങ്ങൾ ഇന്ന് രാവിലെ വിഷമിച്ചിരിക്കുന്നു. എന്റെ മോനോടെ ഞാൻ പറഞ്ഞു, ഈ ഓടയിൽ കൂടി വിടുന്ന വെള്ളം വീടുകളിൽ എന്ത് കൊടുത്തുവിടാത്തതെന്ന് പറയുണ്ടായി. അങ്ങനെ ഞങ്ങൾക്ക് വളരെ ദുഃഖത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. കോരിക്കുടി
കോരി കുടിക്കാൻ വേറെ ഒരു വഴിയും ഇല്ല. രാവിലേക്ക് എന്താ ചെയ്യണം വെള്ളമില്ലാതെ? രാവിലെ വെള്ളമില്ലാതെ വളരെ ബുദ്ധിമുട്ട്. എവിടെയെല്ലാം പോവേണ്ടി വരുന്നു. അതൊന്നും ഞങ്ങൾക്ക് കഴിയില്ല. ഈ വയസ്സായ കാലത്ത് ഞങ്ങൾ എങ്ങോട്ട് ഓടും ഈ വെള്ളത്തിനെന്നും പറഞ്ഞു. ഇപ്പം ഫലപ്രദമില്ലാതാകുന്നു ഈ പോകുന്നത്. ഈ വെള്ളം പാഴായി പോവുകയാണ്. ചേട്ടാ എത്ര ദിവസമായി ഇത് പൊട്ടിയിട്ട്? 4 ദിവസം. 4 ദിവസം കൊണ്ട് വെള്ളമില്ല. നമുക്ക് പൈപ്പ് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മളെ പോലെ വെള്ളവർക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമുണ്ട്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടായത്. റോഡ് പണി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 6 ദിവസം. കറക്റ്റ് പ്രോപ്പറായിട്ട് വെള്ളം 5 ദിവസമായിട്ടുണ്ട്. കാരണം 5 ദിവസമായിട്ടില്ല. കാരണം ഇവിടെ പല വീട്ടിലും കിണറുകളില്ല. കാരണം പല വീട് ആശ്രയിച്ചാണ് പലരും താമസിക്കുന്നത്. കാരണം രണ്ട് കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും താമസിക്കുന്നത് ഞാൻ. അതുകൊണ്ട് കിണറില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വെള്ളം ഒരുപാട് ദൂരെ പോയാണ് വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് റെഗുലറായിട്ട് പറ്റില്ല. ഞങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം പറയാണ് ആ ചെയ്ത ആൾക്കാർ ഇത് പറയുക. വാട്ടർ അതോറിറ്റി ഇങ്ങനെ പറയാം. വാട്ടർ അതോറിറ്റി അവരെ വിളിച്ചിരുന്നു. അവരുടെ അധികാരിപ്പെട്ട ആൾക്കാർ സംസാരിച്ചു. അവർ പറയുന്നത് വേണം ഇപ്പോഴും ഇവിടെ വിളിച്ചു തരാം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ആ ചെയ്ത ആൾക്കാരുടെ മെയിൻറ്റെയിൻ പറയുക. വാട്ടർ അതോറിറ്റി ആൾക്കാരുടെ പണി ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോഴും അവസാനം വിളിച്ച് പറഞ്ഞ ആളെ വിട്ടിട്ടുണ്ട്. ചില പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ? ഇല്ല. 3-4 ദിവസത്തെ വെള്ളമില്ല. നമ്മൾ കിണർ ഇല്ലാതായി കിടക്കുന്നു. അതുകൊണ്ട് കിണറൊക്കെ ഇറക്കണമെങ്കിൽ 10,000-2,000 രൂപ വേണം. ഇതാണ് ഇപ്പോൾ ഇതിൽ കേൾക്കുന്നത്. ഇതാണ് ഇത് വാട്ടർ അതോറിറ്റി നമ്പറിൽ വിളിക്കുമ്പോഴാണ് ഇത്ര കേൾക്കുള്ളൂ. അവരാരും എടുക്കത്തില്ല. എന്തായാലും നാട്ടുകാർക്ക് വലിയ ആക്ഷേപമുണ്ട്. അത് ഉടൻ തന്നെ പരിഹരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. മാവുളയിൽ നിന്ന് വിപിൻ വേളിക്കൊപ്പം അജീഷ് ശിവകുമാർ, 24. നമ്മൾ നേരത്തെ കണ്ട റിപ്പോർട്ട് തിരുവനന്തപുരം മാറനെല്ലൂരിലാണ്. അവിടെയാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ജലം ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. അവിടുത്തെ ജനങ്ങൾക്ക് 3-4 ദിവസമായി കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. പ്രശ്നം പരിഹരിക്കുന്ന ഇതുവരെ വാട്ടർ അതോറിറ്റി ഫോൺ എടുക്കുന്നു പോലുമില്ല എന്നതാണ് നമ്മളത് കണ്ടു. പലരും ആ കാര്യത്തിൽ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ബിജു BK പറയുന്നു ഈ വെള്ളം കൊടുക്കാമായിരുന്നില്ലേ, മദ്യമെങ്കിലും ഉണ്ടാക്കാമെന്നാണ്. ബിജു ഉദ്ദേശിച്ചത് പാലക്കാട്ട് മദ്യനിർമ്മാണ കമ്പനി കൊണ്ടുവരാൻ വേണ്ടി എലപ്പുള്ളി പഞ്ചായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ, അതിനെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളുമാണ്. അതിനെയാണ് പരിഹാസ രൂപേണ ബിജു പറഞ്ഞിരിക്കുന്നത്. സീന മുഹമ്മദ് പറയുന്നു കുടിവെള്ളം ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത ഈ അവസ്ഥ എന്നത് അതിലെ പരിതാപത്തെക്കുറിച്ച് പറയുന്നു. ജനങ്ങൾക്ക് വെള്ളമില്ലെങ്കിലും മദ്യ കമ്പനിക്ക് മുടങ്ങാതെ വെള്ളം എത്തിക്കും, അത് ഇടതിന്റെ ഉറപ്പാണ്, വിശ്വസിക്കാമെന്ന് സലീം BM ഒരു ആക്ഷേപഹാസ്യ രൂപേണ പറയുന്നു. കേരളത്തിന്റെ അവസ്ഥ ഈ രീതിയിൽ പോയാൽ ഒരിക്കൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും, അന്ന് പൊതുജനം വിളിച്ചാൽ അവർ ഫോൺ എടുക്കും എന്ന് സാജു K ഡാനിയൽ ഒരു അല്പം രോഷത്തോടു കൂടി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നു. ഇങ്ങനെ മറ്റൊരാൾ ശ്രീജ ചോദിച്ചിരിക്കുന്നു ക്യാൻസർ രോഗികൾക്കായുള്ള 1000 രൂപ പെൻഷൻ തുക കിട്ടാതായിട്ട് 2 വർഷമായി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ശ്രീജ, ആ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അത് ഒരു വാർത്തയെ നമുക്ക് കൊണ്ടുവരാം. ആ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അത് കൺസേൺ ബ്യൂറോയെ ഞങ്ങൾ അറിയിക്കാം ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. അങ്ങനെ കുടിക്കാൻ വെള്ളമില്ലെങ്കിലും കുടിയന്മാർക്ക് ദാഹത്തിനുള്ള ദാഹശമനി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് സീന മുഹമ്മദിന്റെ ഒരു പരിഹാസം വീണ്ടും ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിൽ ബെവ്കോ പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്ലിംഗ് പ്ലാന്റ് തുടങ്ങണം, ലക്ഷക്കണക്കിന് കാലി മദ്യക്കുപ്പികൾ പൊതുസ്ഥലങ്ങളിൽ തള്ളപ്പെടുന്നു എന്ന് ദിലീപ് PC പ്രതികരിച്ചിരിക്കുന്നു. ഇങ്ങനെ പലരും സത്യത്തിൽ സർക്കാരിൽ നിന്ന് ഇപ്പോൾ എന്താണ് കിട്ടുന്നത്? പെൻഷനില്ല, ഹോസ്പിറ്റലിൽ മരുന്നുകളില്ല, റേഷൻ കടകളിൽ ഒന്നുമില്ല. മൊത്തത്തിൽ സർക്കാർ എന്തിനാണ് പാവങ്ങളെ ഇന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ശ്രീജയും ചോദിക്കുന്നു. ഇങ്ങനെ പല ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് പല തരത്തിൽ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിയാം, സാധാരണക്കാരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ അതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. നമുക്ക് ഇനി നോക്കാം. ഇനി സ്വർണ്ണവിലയാണ്. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.